നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ മതിയെന്നും അവനവനാണ് വകതിരിവ് കാണിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആരും തന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ജാതി ചോദിക്കരുത് പറയരുതെന്ന് മലയാളിയെ ഒരു നൂറ്റാണ്ട് മുൻപ് പഠിച്ച മഹാഗുരു ഇരുന്ന കസേരയാണ്. അങ്ങനെ ഒരു മഹാവ്യക്തി ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ മതി. വേറെയൊന്നും പറയാനില്ല. ലോകത്ത് ആരെയും തിരുത്താനാകില്ല. അവനവൻ തിരിച്ചറിയുക എന്നതാണ്. വകതിരിവ് അവനവനാണ് കാണിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. ഇതിനു പുറമെ മുസ്ലിം ലീഗിനെതിരായി വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളടക്കം വിവാദത്തിനിടയാക്കി. ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയെ വിമർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാറും രംഗത്തെത്തിയത്. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ തള്ളാതെയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളിൽ സ്വീകാര്യവും അസ്വീകാര്യവുമായ കാര്യങ്ങളുണ്ട്. അസ്വീകാര്യമായ കാര്യങ്ങൾ അംഗീകരിക്കില്ലെന്നും ബേബി പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന CPMനെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ രംഗത്ത് വന്നു. വർഗീയപരമായ ചേരിതിരിവിന് കാരണമാകുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കൊപ്പം നിൽക്കുന്നവർ അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തുകളെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. സാമൂഹ്യ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന പ്രസ്താവനകൾക്കും ആളുകൾക്കും ഒപ്പം നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ളവർക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവനയിൽ സർക്കാർ മറുപടി പറയണമെന്ന് സംസ്ഥ AP വിഭാഗവും വ്യക്തമാക്കി. ക്രമസമാധാന പ്രശ്നമായി കണ്ട് സർക്കാർ നടപടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ആരും അംഗീകരിക്കില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളിയുമായി BJPയുടെ കേരളത്തിന് ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദമായി കത്തി നിൽക്കുന്നതിനിടയിലാണ് പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങരയിൽ വീട്ടിലെത്തി കണ്ടത്. BJP നേതാക്കളും പ്രകാശ് ജാവ്ദേക്കറിനൊപ്പം ഉണ്ടായിരുന്നു. ഉച്ചവരെ വെള്ളാപ്പള്ളി നടേശനൊപ്പം ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. സന്ദീപ് വചസ്പതി അടക്കമുള്ള BJP സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രകാശ് ജാവ്ദേക്കറിനൊപ്പം ഉണ്ടായിരുന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ പ്രകാശ് ജാവ്ദേക്കർ സന്ദർശിച്ചത്. മലപ്പുറവുമായി ബന്ധപ്പെട്ടും മുസ്ലിം ലീഗിനെതിരെയും നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ ഏറെ വിവാദമാവുകയും വൻതോതിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും വെള്ളാപ്പള്ളിക്കെതിരെ വലിയ എതിർപ്പാണ് ഉയരുന്നത്. ഇതിനെതിരെ രാഷ്ട്രീയമായി ചെറുത്തുനിൽപ്പ് തീർക്കാൻ BJP ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായും വെള്ളാപ്പള്ളി BJPയോട് അടുപ്പിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ദേശീയ നേതാവിന്റെ സന്ദർശനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തീവ്രവാദി പരാമർശത്തിൽ വെള്ളാപ്പള്ളി ന്യായീകരണവുമായും രംഗത്ത് വന്നിരുന്നു. തീവ്രമായി സംസാരിക്കുന്നവനെന്ന അർത്ഥത്തിലാണ് തന്റെ പരാമർശം. താൻ ആരെയും മത തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല. തീവ്രവാദി എന്ന് ഞാൻ ഇനിയും പറയും. അന്ന് വേറെ ചാനലുകൾ കുറേ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. തീവ്രവാദപരമായി സംസാരിച്ചവർ ആരായാലും അവൻ തീവ്രവാദിയാണ്. മിതമായി സംസാരിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ മിതവാദികളാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ ഈഴവ സമുദായത്തെ ഉപയോഗിക്കുന്നത് അസംബന്ധമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുപ്പം തുടരുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയും BDJസും ഇന്ത്യയുടെ ഘടകകക്ഷിയായി നിൽക്കുമ്പോഴും BDJസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് പതിവ്. എന്നാൽ അപ്പോഴും BJP നേതാക്കളുമായി വെള്ളാപ്പള്ളി സൗഹൃദം പുലർത്തി വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണോ പ്രകാശ് ജാവ്ദേക്കറിന്റെ സന്ദർശനമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടിക്കാഴ്ച സംബന്ധിച്ച നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല.